ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ക്യാംഡൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ മാർക്കറ്റിലേക്കാണ്. ഇവിടുത്തെ ഇംഗ്ലീഷുകാരുടെ പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, പക്ഷേ അത് ശരിക്കും ചെറിയൊരു സ്ട്രീറ്റാണ്. സ്ട്രീറ്റ് അല്ല, ഇവിടെ ഇംഗ്ലീഷുകാർക്ക് മാത്രമായിട്ട് ഒരു വലിയൊരു മാർക്കറ്റ് ഉണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മാർക്കറ്റ് ഏഷ്യൻസിൻ്റെ ആണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇംഗ്ലീഷുകാരുടെ മാർക്കറ്റാണ്. ഒരുപാട് എന്ത് മനോഹരമായ ശബ്ദം, ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ഈ രണ്ട് മാർക്കറ്റുകളും തമ്മിൽ. പോയി നോക്കാം അല്ലേ. ശരിക്കും ഈ ഒരു സ്പോട്ടിനെ പറ്റി ബ്രീഫായിട്ട് നമ്മൾ എത്തുന്നതിന് മുമ്പ് പറയാനുള്ളത് എന്താ? ക്യാംഡൻ മാർക്കറ്റിനെ കുറിച്ച് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മാർക്കറ്റ് ആണ് ഇംഗ്ലണ്ടിലെ. പിന്നെ കൂടുതൽ ഏഷ്യൻസ് അല്ല, വേൾഡിലെ എല്ലാ മിക്സ് കൾച്ചറും വന്ന് എത്തിപ്പെടുന്ന മാർക്കറ്റാണ്. അത് കൂടാതെ തന്നെ അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, ലേക്ക്. ഓക്കെ, അതിൽ കുറേ ഹൗസ് ബോട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ക്രാംപ്ടൺ മാർക്കറ്റിലൂടെ നടക്കലാണ്. ഇത് നിങ്ങൾ കണ്ടോ, നമ്മൾ വരുമ്പോൾ തന്നെ കംപ്ലീറ്റ് കൾച്ചർ മാറി. ഇവിടെ നോക്കി നിങ്ങൾ, നല്ല മഴവില്ല നിറത്തിലുള്ള ഫുട്പാത്തും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഫുഡ് ആയിക്കോട്ടെ, ഫുഡ് സ്റ്റാൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടെ വിൽക്കുന്ന സാധനങ്ങളായിക്കോട്ടെ. നോക്കി നിങ്ങൾ ഈ ഒരു സ്ട്രീറ്റ് നോക്കിയാൽ, എനിക്കൊന്ന് രാത്രിയായിരുന്നു കുറച്ചും കൂടി ഇതിൽ വരേണ്ടത്. നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് ബ്രോ? നമുക്ക് ഇതാ ക്യാംഡൻ ഷോപ്പിംഗ് ഉണ്ട് ഇവിടെ. ഹൗസിൽ മറ്റത്തില്ലേ, ഹൗസ് ബോട്ടിൽ ഷോപ്പിംഗ് ഉണ്ട്. നടക്കാൻ നിലവില്ല അല്ലേ? നടക്കാം. എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കറിയാം, ഞാൻ ഏത് രാജ്യത്ത് പോയാലും ഒരു സാധനം ഞാൻ എന്തായാലും വാങ്ങും. എന്താ അറിയാലോ, മാഗ്നറ്റ്സ്, സുവനീർസും ഒക്കെ വേണ്ടി മാഗ്നറ്റ്സ് നോക്കും. നോക്കി നിങ്ങൾ, ലണ്ടനിൽ ഇത്രയും വലിയൊരു മാഗ്നറ്റ്സിൻ്റെ ഷോപ്പ് ഞാൻ ഒരു രാജ്യത്തും കണ്ടില്ല. സീരിയസ്ലി, ഫുള്ള് ബസ്സുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. അതുപോലെ ഇതിൽ ലണ്ടൻ ബസ്സാണ്. അതുപോലെ ഇത് മറ്റേ ലണ്ടനിലെ മറ്റേ ഗാർഡ്സിൻ്റെ ഇതൊക്കെ ഇവിടെ ഉണ്ട്. ലണ്ടൻ എന്ന് കഴിഞ്ഞാൽ ബസ് ഗാർഡനൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. അപ്പുറം ഇതൊക്കെ അടിപൊളിയാണ്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി, കൂടുതൽ വെറൈറ്റി ആണ് ഇത് നോക്കുന്നത്. നിങ്ങൾ ബ്രിട്ടീഷ് ഫ്ലാഗിൽ ബ്രാ ഡിസൈൻ പണിതിട്ടുള്ള ഒരു ബോഡി ഒരു ടൈപ്പ് കേട്ടോ. ഇത് ഭയങ്കര ഡിസൈനാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് പല കൈൻഡ് ഓഫ് ഡിസൈൻസുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഷോപ്പ് മുഴുവനും ഇതിനുള്ള ഈ ലണ്ടനുമായി ബന്ധപ്പെട്ട സുവനീർസ്, ടൂറിസ്റ്റുകൾക്ക് വാങ്ങാൻ പറ്റിയ സുവനീർസാണ് ഷോപ്പിൽ മുഴുവനുള്ളത്. ഇത് ലണ്ടനിലെ ടെലിഫോൺ ബൂത്തുകളാണ്. പല സ്ഥലങ്ങളിൽ നമുക്കിത് കാണാം. ആക്ച്വലി ഇതൊരു പിഗ്ഗി ബോക്സ്, ഒരു പണപ്പെട്ടി കൂടി കേട്ടോ. കേട്ടോ, പൈസ നമുക്ക് ഇതിൻ്റെ മുകളിലിടാം. ഒരു പൈസ ഇടാൻ വരുന്നൊരു സംഭവം കൂടിയാണിത്. അതുപോലെ ഇവിടെ കാർഡ്സൊക്കെ ഉണ്ട്. ടോയ്സ് അല്ല, ആക്ച്വലി ഇതൊക്കെ ഒരു സുവനീർസാണ്. നമ്മുടെ വീട്ടിൽ നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഏതായാലും വാങ്ങുന്നുണ്ട്. കാരണം അറിയാമല്ലോ, എൻ്റെ വീട്ടിൽ ഒരു വലിയൊരു ഭൂപടത്തിനോട് ഞാൻ ഒരുപാട് രാജ്യങ്ങളിലെ സാധനങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ അഫ്കോഴ്സ് ഞാൻ ലണ്ടനിൽ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. സോ ഞാനതിനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് സാധനങ്ങൾ വാങ്ങട്ടെ. ഇതൊക്കെ ലണ്ടൻ ടവറൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് ഞാൻ തുർക്കിയിൽ നിന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിരുന്നു. തുർക്കിയിലെ ഗലാട്ട ടവറൊക്കെ എൻ്റെ വീട്ടിലുണ്ട്. അതുപോലെ ലണ്ടൻ ടവറും അതിൻ്റെ അടുത്തെല്ലാം കിടക്കട്ടെ കേട്ടോ. സൂപ്പർ. സോ പർച്ചേസ് ചെയ്യട്ടെ ചെറുതായിട്ട്. ഇതൊക്കെ നമ്മുടെ ഓർമ്മകളാണ്. ഞാനൊരു ഏകദേശം 1.5 കൊല്ലം മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ സുവനീർ വാങ്ങുന്നൊരു ഷോപ്പ് ഞാൻ പറഞ്ഞു. ഇതൊക്കെ ഞാൻ വാങ്ങി എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ ചുമരിലിങ്ങനെ അടിച്ചു വെക്കും. അതിൻ്റെ വയസ്സാം കാലത്ത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ കണ്ട് ഞാൻ പഴയ ഓർമ്മകളായവർക്കെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വയസ്സായിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഞാൻ വീട് പണിതു, ചുമരിൽ ഞാനതൊക്കെ പറഞ്ഞ പോലെ അടിച്ചു. പിന്നെ ഇപ്പോൾ വെറുതെ ലോക്ക്ഡൗൺ സമയത്ത് വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഓരോ ഓർമ്മകളാണ്. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങാം. ഇതിപ്പോൾ ഇവിടെ ചീപ്പാണ്. 6 പീസിന് 5 യൂറോ, 500 രൂപയാണ്. അപ്പോൾ പെർ പീസിന് 100 ചീപ്പല്ല, എക്സ്പെൻസീവ് ആണ്. എന്ത് നല്ല സൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ സുവനീർ ഷോപ്പിൽ കയറി അവിടുത്തെ നാണയത്തിൻ്റെ വലിപ്പം നമുക്ക് അറിയാൻ പറ്റും. ചില രാജ്യങ്ങളിൽ $1 ആവറേജ് ഒരു സാധനത്തിന് വരും. നാട്ടിൽ 70 രൂപ. ഇവിടെ ശരിക്കും $1 ഇവിടെ $1.50 ഒരു പീസിന് വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ്പെൻസീവ് ആണ്. ഏറ്റവും ചീപ്പായിട്ട് സുവനീർ വാങ്ങിയത് കംബോഡിയയിൽ സുവനീറിന് പെർ പീസിന് വരുന്നത് $1 എനിക്ക് 2 എണ്ണം കണ്ട് കിട്ടി. അപ്പോൾ നേരെ 10 പൈസ കിട്ടി. അപ്പോൾ അവിടുത്തെ നാണയത്തിൻ്റെ മൂല്യം എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ അവിടുത്തെ സുവനീർ ഷോപ്പിൽ കയറിയാൽ മതി. അതൊരു ചെറിയ ട്രിക്ക് കേട്ടോ. ഇതൊക്കെ ടൂറിസ്റ്റുകൾ ഏരിയയാണ്. ഇങ്ങോട്ടൊക്കെ പോകണ്ട നമുക്ക്. ഫൈൻ. കനാൽ സൈഡല്ലേ? കനാൽ സൈഡിൽ കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സ്. Now Jesus, no, what is this?
ഇങ്ങോട്ടൊക്കെ വേണ്ടത് This testimony is holy and true. Jesus Bible. Christ love you. എന്നുവെച്ചാൽ അത് യേശുവിൻ്റെ എന്താ പറയുക അവർക്ക് ഇതെന്താ സംഭവം? Help to get പുള്ളിക്ക് ഒരു പൗണ്ട് കൊടുത്താൽ വെള്ളം അടിക്കാൻ ഒരു പൗണ്ട് കൊടുത്താൽ ഫോട്ടോന് പോസ് ചെയ്യാം. എനിക്ക് ഒരു പോയിന്റ് കോയിൻസ് എടുത്ത് ഒരു പൗണ്ട് കൊടുത്താൽ പുള്ളിക്ക് വെള്ളം അടിക്കാൻ ഒരു പൗണ്ട് കൊടുത്താൽ ഫോട്ടോന് പോസ് ചെയ്ത് തരാം. ഇതിൻ്റെ അടുത്ത് ഒരു പോയിന്റ് ഉണ്ടോ? ചേഞ്ച് ഉണ്ടോ? ഓക്കെ. Hello. You happy? Yes. Be happy always, huh? Yeah. You look so cute. I'm from India. India. Yeah. Hola. Nice to meet you, everybody. India. Yeah. Follow me, please, in Instagram. Zombie.4. Yeah. I will appreciate. Follow my pictures. Enjoy this time. Get your like in this video. Have a nice ring, yeah. Yeah. And say hi to my followers, yeah. Thank you, huh? Yeah. Okay, buddy. കണ്ടോ എങ്ങനെയുണ്ടത്? മൂപ്പർക്ക് നമ്മൾ വെള്ളമടിക്കാൻ എന്ത് ചെയ്ത് ഒരു പൗണ്ട് കൊടുത്ത് മൂപ്പർക്ക് വെള്ളമടിച്ച് സന്തോഷിക്കണമെന്നേ. പിന്നെ അത് മനസ്സിലാക്കേണ്ടത് മാന്യമായിട്ട് അതിൽ പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒരു പിക്ക് എടുക്കൂ, എന്നിട്ട് $1 എനിക്ക് വെള്ളമടിക്കാൻ തരുമെന്ന് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഭിക്ഷക്കാരുണ്ട്, ഇല്ലയെന്നില്ല. പക്ഷെ പലരും വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഭിക്ഷ എടുത്തിട്ട് ആക്കിനെ കൊണ്ട് വെള്ളമടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മാന്യമായിട്ട് അവർ ഇൻറ്റൻഷൻ പറയുന്നുണ്ട്. സോ എന്താ പറയുക, സൂപ്പർ, എന്നെ ഹാപ്പി. എന്താ പറഞ്ഞേ? പുള്ളിക്കാരൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. Hello, guys. Yeah. My name is Zombie Punky. Okay. I have a tattoo in my eyes. Okay. Yeah, guys, I seen that. Yeah. Please. Okay. Wow, man. It's also a tattoo? Yeah. Okay, then what else you have? Notifications. Okay. It's good, nice. Yeah. Look there. Oh. You got over here. Everywhere, huh? Yeah. Yeah. That's cool. If you wanna know more, Yeah. follow me Instagram ZombiePunk4. Okay, Thank you very Can you much. spell it? ZombiePunk4. Instagram. Yes. Okay, Thank you definitely very my much. people will follow you, okay? Enjoy. And be happy Thank always, you. huh? Yeah. Thank you, huh? Send me the video. Please. Yeah. Sure, huh? Yeah. Wait. You're gonna say just eat. Yes, you are. Just turn around. Turning Oh, you guys do just eat delivery home. Yeah. Yeah, we're around about. Do you like to say something about your just eat? Yeah. Yeah? You can say something about the just eat on the video. Yeah? You want? Yeah? Just eat. Somebody say just eat. Can I tell it? 1, 2, 3, 4. Okay. ഇത് ഓൺലൈൻ സൊമാറ്റോ എന്ത് Okay, you ready? Somebody say just eat. ഓക്കെ, ഇവരിവിടെ ജസ്റ്റ് ഈറ്റ് എന്ന കമ്പനിയാണ്, ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഒരു കമ്പനീൻ്റെ. യു ആർ റെപ്രസെന്റേറ്റിംഗ് ജസ്റ്റ് ഈറ്റ്? Yes. ലൈക്ക് ഓഫീസേഴ്സ് ഓർ Officials. We work for the officials? Okay. Yeah. ഇവിടെ ഓഫീസ് ഉണ്ടോ? No, you have any. You speaking our language actually. My Malayalam language and I lost it. Where are you from? India, South India, Kerala. Oh, what's your Yeah. language? Malayalam. Actually, I am also from India, but I am based in Dubai. Okay. I live in. What do you guys do? Okay. Okay. Thank you. Have a nice day. All right. Thank you guys. Yeah, enjoy, yeah. Have a good day. Has to be easy. ഓക്കെ, ആക്ച്വലി അവരിവിടെ ഡെലിവറീൻ്റെ ഒരു എന്താ പറയുക ഫാസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു ടീമാണ്. അവരപ്പം കണ്ടു സംസാരിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു. ഇപ്പം ഈ ക്യാമറ ഓഫ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ചങ്ങായി അതിനിടയിൽ വേറെ കാര്യം ഒപ്പിക്കുന്നുണ്ട്. ഓരോ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്നിട്ട് അതിൽ ആൾക്കാർ ഫോളോ ചെയ്യിപ്പിക്കാനുള്ള രീതിയിലുള്ളത്. ഇത് ഭയങ്കര അടിപൊളി കുപ്പായിട്ടുണ്ട്. യാ, നമ്മളിനി ഇവിടുന്ന് പോകുന്നത് ഈ സൈഡ് കനാൽ സൈഡ് ഇറക്കി ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. കനാല് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടനാട് പോലെ എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു ചെറിയൊരു കനാലാണ്. നമ്മൾ അതുവഴി നടന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകട്ടോ. ഇത് നമുക്ക് ശരിക്കും മിനി കുട്ടനാട് പോലെ തോന്നുന്നുണ്ട്. ഇവിടെ കുട്ടനാടിലെ പോലെ ചെറിയൊരു ബോട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് വെള്ളമാണ് ഈ സംഭവം പറഞ്ഞത്. ഇത് ആക്ച്വലി ഫുഡാണ്. ഹെൽത്തി ഇന്ത്യൻ കുക്കിംഗ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെൽത്തി ഇന്ത്യൻ കുക്കിംഗ് ഫുഡ് ഉണ്ട്. യൂസഫലിക്കാണ് ലൂലു കിടക്കുന്നുണ്ട് കേട്ടോ. ലുലു ക്രിസ്പി ചിക്കൻ. ഓക്കെ, ഇതൊക്കെ ഫുഡ് സ്റ്റോർസ് ആണ്. നല്ല വെതറായതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. ഇത് ബോട്ടാണ്, നേരത്തെ പറഞ്ഞ പോലെ കനാലിൽ ബോട്ടാണ്.
എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു, സ്റ്റെപ്പിനോളൊക്കെ ഇരിക്കുന്നു, കഴിക്കുന്നു. കാരണം ഇവിടെ ഇരിക്കാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. ഈ കുട്ടിയുടെ മുടിയുണ്ട്, നല്ല വയലറ്റ് മുടി, വെള്ള ഇട്ടവളുടെ മുടി. പിന്നെ വെസ്റ്റ് യാർഡ്, സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ചില്ല് ഔട്ട് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, അടിച്ചു പൊളിക്കുന്നു, ഹാപ്പി ആവുന്നു. ഇത് ക്യാംഡൻ പിസ്സയാണ്, ലൈവ് പിസ്സയാണ്. മുപ്പത് പിസ്സ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, എടുത്തിട്ട് ആ അടുപ്പില്ല, മുപ്പത് പുറകിൽ അടുപ്പിലിട്ടിട്ട് അത് ചുട്ടെടുക്കും. ഹോട്ട് ഡോഗ്സ് ഒക്കെയാണ്. നൈസ് ആംബിയൻസ് അല്ലേ ഇവിടെ? ഇതിന് മുകളിൽ അപ്പുറം പോകുന്നത് എങ്ങനെ പോകുന്നത്? സൈഡിൽ കൂടെ പോലെ വഴിയുണ്ട്. വാവ്, അങ്ങോട്ടേക്ക് പോകണ്ടെന്നറിയോ? ആ ഈ സൈഡും അതേപോലെ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ വേറെ പരിപാടി ഉണ്ട്. ഈ ബോട്ട് കണ്ടോ? ഈ ബോട്ടിൽ നിങ്ങൾക്ക് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാൻ പറ്റും. ലൈവ് മ്യൂസിക് ആയിട്ട് അവരുടെ ബോർഡായത് മ്യൂസിക് ബോർഡ് എന്നാണ് ഇതിൻ്റെ പേര്. 45 മിനിറ്റ് ട്രിപ്പാണ്. ക്യാംഡൻ ലോക്ക്, പിരേഡ് കാസ്റ്റിൽ ഈ കാണുന്ന സ്ഥലത്തൊക്കെ അവർ കവറപ്പം ഒരാൾക്ക് 20 പൗണ്ടാണ്. പക്ഷേ എങ്കിൽ രണ്ടാൾക്ക് കൂടി 25 പൗണ്ട് പോകാൻ തന്നെ കസ്റ്റമേഴ്സ് ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇതേപോലെ പോകാം. ഇവിടെ പോയിട്ട് കറങ്ങി അടിക്കാം. ഇതാണ് അതിൻ്റെ ആൾ. താങ്ക് യു സോ മച്ച്. 25 പൗണ്ട് 2 പേർ കൂടി പോകാൻ പറ്റുമെന്ന് പറയുന്നത്. ഇത് ഇംഗ്ലണ്ടാണ്, അല്ലാണ്ട് കുട്ടനാടല്ല. ഓക്കെ, കനാൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. മൂപ്പരാണ് എന്നെപ്പറ്റി ഇപ്പോൾ UK അറിയാത്ത അറിയില്ല കേട്ടോ. മൂപ്പർ എല്ലായിടത്തും എൻ്റെ പ്രൊമോഷൻ നടക്കുന്നു. They're asking what's your name, channel? Yeah, it's Mallu Traveler actually. Mallu means Malayali. I am a Mallu guy. Like my community people, we known as Mallus. So yeah, like you know, you are an English traveler and I am a Mallu traveler. That's it. Are you doing good? Good. Yeah, enjoy. Yeah, happy always. Yeah. So, sure, പോല എല്ലാവരും താങ്ക് യു. അതിൻ്റെ ഓപ്പോസിറ്റ് വശമായിട്ട് ഇവിടെ വേറെ മാർക്കറ്റ് ഉണ്ട്. ഇത് കുറച്ചും കൂടി എന്താ പറയുക, ചാർലിക്കാരുടെ ഡ്രസ്സ് വരുന്നുണ്ട് കേട്ടോ. ചാർലി സിനിമയിലൊക്കെ വേണമെങ്കിൽ ഈ ഡിസൈൻ കോപ്പി അടിച്ചെനിക്ക് പറയാൻ പറ്റില്ല. ഒരു മഴവിൽ മനോരമേൻ്റെ കളറൊക്കെ ഈ ഡ്രസ്സ് കേട്ടോ. അതുകൊണ്ടൊരു ഹാൻഡ് മെയ്ഡ് പോലുണ്ട്, സ്റ്റിച്ചൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത് കേട്ടോ. ഇതൊക്കെ സ്റ്റോൺസിൻ്റെയാണ്. അടിപൊളി, നല്ല ക്യാപ്സായിട്ട്. അതുപോലെ ഇവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, റെസ്റ്റോറൻറ്റ്. റെഡ് ഇന്ത്യൻസിൻ്റെ ഫീലില്ല കേട്ടോ കാണുമ്പോൾ. നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല റെഡ് ഇന്ത്യൻസിൻ്റെ ആ ഒരു ഫീലില്ല കാണുമ്പോൾ. ഇവിടെയൊക്കെ ഇവർ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് പുതിയ സ്ഥലങ്ങളൊക്കെ. ഫുഡ് സ്റ്റാളൊക്കെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് കേട്ടോ പുതിയ ഡിസൈനിൽ. ഇതൊക്കെ ഓരോ കാലത്തൊക്കെ റെൻറ്റിനും ലീസിനൊക്കെ എടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതാണ് സംഭവം. ഇപ്പോൾ കനാലിൻ്റെ ഭാഗത്തേക്ക് തന്നെ വന്നു, കനാലിലേക്ക് കയറി. ഇനി ഇവിടെ നിന്ന് കാണിച്ചിടാം. ഒരു ഇപ്പോഴാണ് കുട്ടനാട് ഫീൽ ചെയ്യുന്നത്. അടിയിലേക്ക് പോകുന്നതൊക്കെ മുൻപോട്ട്. ബിൽഡിങ്സ് നടുവിലേക്ക് വേണ്ടി കനാൽ പോകുന്നത്. ഇവർ എനിക്കൊന്ന് ക്ലീൻ ചെയ്യാൻ നടക്കാം കേട്ടോ. കച്ചവടമൊക്കെ ഇവർക്ക് നടക്കാനുണ്ട്. ഇതൊക്കെ വെള്ളത്തിൽ മുങ്ങിയെടുത്ത സാധനങ്ങളാണ്. സൂപ്പർ, രസമല്ലേ? നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ ആഗ്രഹമില്ലേ? പബ്ലിക്കിൽ ഇങ്ങനെ ഇരുന്ന് മാസ്ക് ഒന്നും ഇല്ലാതെ ഫുഡ് കഴിക്കുക, അതുപോലെ പിന്നെ എന്താ പറയുക, കൊറോണ ഇല്ലാത്തൊരു ജീവിതം എല്ലാവർക്കും ആഗ്രഹമില്ലേ? നാട് വിട്ടാലേ നടക്കും കേട്ടോ. കുറച്ച് കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കില്ല. നാട് വിട്ടാലേ നടക്കും. എനിവേ എന്താ പറയുക, അടുത്ത പരിപാടി എന്താ ബ്രോ? ഈ സൈഡിൽ കൂടെ വോക്കുണ്ട്. ഇവിടെ ഉള്ള ബോട്ടാണ്. പിന്നെ ആ സൈഡിലുള്ള സ്ട്രീറ്റ്സ് കവർ ചെയ്യണം. ഇനി ക്രോംപ്ടൻ്റെ വേറൊരു ഭാഗത്ത് കൂടെ പോട്ടോ. നമ്മൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേ കണ്ടോ, അതിൻ്റെ മുകളിലും ഷോപ്പുകളുണ്ട് കേട്ടോ. നമ്മൾ താഴെ കൂടെയാണ് പോയത്, അതിൻ്റെ മുകളിലും ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ബാക്ക് ടു ഫസ്റ്റ് വന്ന സ്ട്രീറ്റിലെത്തി കേട്ടോ. ആ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് സാധനങ്ങൾ വാങ്ങിയത്. ഇത് കാണിച്ചിരുന്നു. ഇവിടെ ഈ മുടി കളറടിക്കുന്നവർ, മൂക്കി കുത്തുന്നവർ, അല്ലെങ്കിൽ ടാറ്റു അടിക്കുന്ന ആ ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സ് ഇല്ലേ, അങ്ങനെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്നു പോകുന്ന സ്ട്രീറ്റ് ആയത്. നമുക്ക് കാണുന്ന പല ആൾക്കാരും കാണും, മനസ്സിലാകുന്നല്ലോ. അതിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഷോപ്പിലേക്ക് കുട്ടി നിർത്തി നോക്കി നിങ്ങൾ, ഒരുപാട് പിന്നെ ടാറ്റു അടിച്ചിട്ടുണ്ട്, അതുപോലെ മൂക്ക് കുത്തിയിട്ടുണ്ട്. The nose or ear. Oh, the price is here. Okay.
കൂടാതെ ചെവിയിൽ കുത്താൻ വേണമെങ്കിൽ ഇതൊന്നും ഇത്രയൊക്കെ അടിക്കാൻ പറ്റും ചെവിയിൽ കാര്യമോ ഇത് ചെവി വെക്കുന്നു ഇത് വേണം ഓരോ ചെവിയിലെടുക്കുന്ന പൈസയാണ് ഇയർ ലോബ് 20 പൗണ്ട് മുതൽ 30 പൗണ്ട് വരെയാണ് റേറ്റ് വരുന്നത് ഓരോ പോസിറ്റീവായിട്ട് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ് നാക്ക് വായിലിട്ട് അതിന് മുമ്പ് നമുക്ക് കറക്റ്റ് ആളെ കിട്ടിയില്ല അപ്പോൾ ഇതൊക്കെ മൂക്കിലടിക്കുന്ന സാധനങ്ങളാണ് മൊത്തം മൂക്കിൽ ചെവി പിന്നെ യൂട്യൂബ് ബോഡി പിയേഴ്സിങ് ഓക്കെ ബോഡി എവിടെ വേണമെങ്കിലും അവർ അടിച്ചു തരും ടാറ്റൂസിനും പിയേഴ്സിങ്ങിനും ഫേമസ് ആയുള്ള സ്ഥലം ലണ്ടനിൽ ക്യാംഡനാണ് താങ്ക് യു സംഭവം അത് അടിപൊളിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല അപ്പോഴത്തെ ടീംസിന് നമുക്ക് കിട്ടി ഇത് കുട്ടികൾ പഠിക്കാൻ പോകാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഉള്ള തിരക്ക് കേട്ടോ ഇതൊക്കെയാണ് ശരിക്കും സ്ട്രീറ്റ് വാക്ക് കാരണം ഇത്രയും കളർഫുള്ളായ സ്ട്രീറ്റ് വാക്ക് ഞാൻ എടുത്താലും നടത്തിയിട്ടില്ല കളർഫുൾ മീൻസ് മുടീനെ കളറൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് മഞ്ഞ മുടി ചുവന്ന മുടി എൻ്റെ പുറകെ ലവ് ബേർഡ്സിനെ പോലെ കാണുമ്പോൾ ഓരോ മുടികൾ നടക്കുന്ന റോഡ് വരെ കളർഫുള്ളാണ് ഈ ഷോപ്പിൻ്റെ ഒരു ബിൽഡിംഗ് ഉണ്ട് ക്വസ്റ്റ്യൻ മാർക്കറ്റിൽ ഇത് റേവണിൻ്റെ ഷോപ്പാണ് വാ ഇവിടെ ശരിക്കും ഈ ഒരു ആൾക്കാരില്ല നേരത്തെ പറഞ്ഞ കളർ അടിച്ചിട്ട് മൂക്കിന് ഒരുപാട് പിന്നൊക്കെ സ്റ്റഡൊക്കെ അടിച്ച് കിടക്കുന്ന ആൾക്കാർ ഗോത്തിക്സ് എന്ന് പറയുമായിരിക്കും ഓക്കെ അവർക്ക് പറ്റിയ ഒരുപാട് ഷോപ്പുകൾ നേരെ കണ്ടു ഫ്രണ്ടിൽ ഒരു ഷൂ ചങ്ങനിട്ട് വിട്ട് ഷൂവിന് ഡിസൈനിൽ ഷോപ്പ് മുകളിൽ അപ്പോൾ ഇങ്ങനത്തെ ഷോപ്സൊക്കെ ഉണ്ട് ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് ഇവിടെ ഒരു അമേസിങ് ഏരിയ കേട്ടോ ഭയങ്കര വൈബിൾ ഏരിയ കേട്ടോ സോറിയാ ഹലോ ഇതൊരു ഷോപ്പ് വാ ഇത് ഇതൊക്കെ നിങ്ങൾ സാമ്പ്രാണിത്തിരിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഓക്കെ സാമ്പ്രാണിത്തിരി വേണം കേട്ടോ തന്നെ അമ്പർ അല്ല ഇന്ത്യൻ കൾച്ചറാണല്ലോ മൊത്തം ഇന്ത്യൻ ആയിട്ട് മൊത്തം ഇന്ത്യൻ ഇത് ചന്ദനത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം ഒരു ഗോവയിൽ പോയൊരു ഫീലിംഗ് ഉണ്ട് ഷോപ്പിൽ ഇൻവെസ്റ്റ് ഞാൻ കാണിച്ചിട്ടോ എന്താടാ മണം നല്ല മണം നല്ലൊരു ആന പാൻ മസാല അല്ലേ പാൻ മസാല ഉണ്ട് ഓക്കെ സംഭവം മ്യൂസിക് ഉണ്ട് വേഗം ഓടെ വിടുന്നു അതാണ് നല്ലത് ഇന്ത്യൻ കൾച്ചറുമായി ഇടപഴകിക്കുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ ഒരു പൗണ്ടൊക്കെ ഉണ്ട് സുവിശേഷൊക്കെ ഉണ്ട് ബുദ്ധൻ്റെ ഉണ്ട് ഇവിടെ ഗണപതി ഉണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഷിർദി സായി ബാബേൻ്റെ ഫോട്ടോ കണ്ടിട്ട് സത്യസായി ബാബ ഷിർദി സായി ബാബ മാറിപ്പോയി കേട്ടോ ക്ഷമിക്കണേ അത് സംഭവം ഞാൻ വിചാരിച്ച ആളൊന്നും തന്നെയാണ് പക്ഷേങ്കിൽ പേര് പറഞ്ഞ് മാറിപ്പോയി കേട്ടോ ഇതിപ്പോൾ അങ്ങനെ തല്ലവർ ഈ ഒരു ക്രൗഡ് ഉണ്ട് അല്ല ബ്രോ നേരത്തെ കാണിച്ചത് ഷൂസിൻ്റെ ഷോപ്പ് ആ ഷോപ്പാണ് ഈ ഷോപ്പ് മുഴുവനും ഈ പറഞ്ഞ കൊത്തിക്ക് അവർക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളാണ് ഇത് കയറിക്കാൻ ഞെട്ടിപ്പോൾ കാണുന്നത് ഓരോ ഷൂസൊക്കെ കംപ്ലീറ്റ് മെറ്റൽ പീസ് ചെയ്ത് മെറ്റൽ കാര്യങ്ങളൊക്കെ ആക്കി ഫുള്ള് ഷൂസിൻ്റെ ഡിസൈൻ ഉണ്ടോ നോക്കി നിങ്ങൾ ഫുൾ സ്പൈക്ക് ഉണ്ട് സ്പൈക്സ് വെച്ച മുള്ള് ഇതുപോലെ കുഞ്ഞു മുള്ളുകളുണ്ടാവും സ്പൈക്സ് ഉണ്ടാവും സ്പൈക്സും കാര്യങ്ങളൊക്കെ നല്ല കിഡിലും ഡിസൈനാണ് ഇത് എനിക്ക് തോന്നുന്നു ഹൈറ്റ് ഇല്ലാത്ത ഒരാൾക്ക് 2 നില കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ഹൈറ്റ് കിട്ടും ഇതൊരു വെയിറ്റും ഉണ്ട് കേട്ടോ സാധനം നല്ല വെയിറ്റ് ഉണ്ട് ഇതെന്താ ബ്രോ ഈ ഡിസൈൻ ഇങ്ങനെ അവരെന്താ അവർ കൾച്ചർ എന്താ ശരിക്കും അവർക്ക് മതമില്ല ജാതി ഇല്ല ഒരു ഒന്നുമില്ല തോന്നിയ പോലെ അങ്ങനെ തോന്നിയ പോലെ പിയേഴ്സ് ചെയ്യുക ടാറ്റു ചെയ്യുക മൊത്തം അതാണ് അവരെ മതം ഇഷ്ടമില്ല ജീവിക്കാം ഇഷ്ടമുള്ള അപ്പോൾ അവർക്ക് ഇഷ്ടമില്ല അപ്പം പിന്നെ കുറ്റം പറ്റിയ കാര്യമില്ല കാരണം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയാണ് എന്ത് ഒലക്കാണെന്ന് ഇട്ടേന്ന് ചോദിക്കും പക്ഷെ ഇവരോട് അങ്ങനെ പറ്റിയ കാര്യമില്ല കേട്ടോ ഇത് ലേഡീസിൻ്റെ തോന്നുന്നു ഹീൽസൊക്കെ ഉണ്ട് വാവ് ഇതൊക്കെ ലേഡീസിൻ്റെ ബിഗ് ബൂട്ട്സ് ചെറിയ ഷൂസൊക്കെ ഉണ്ട് അവരുടെ ജാക്കറ്റ്സ് എൻ്റെ ഉമ്മ ഇതെന്താ ബ്രോ ഇത് ബെൽറ്റാ ബെൽറ്റ് വെടിയുണ്ട് അല്ലെങ്കിൽ ബെൽറ്റ് എന്ത് ഇത് ഇത്ര വലിയ ബെൽറ്റ് ഇവരെങ്ങനെ ഇടുവാ എങ്ങനെ ഇടുന്നത് മറ്റേ ഓൻ ഇട്ടിട്ടുണ്ട് ഇന്ന് മേത്തിട്ട
ജിമ്മിന് വേണം ബ്രോ. ഇത് ജിമ്മിന് വേണ്ട, അതിട്ട് നടന്നാൽ തന്നെ ജിമ്മായി. ഇത് ഇവിടെ ഉണ്ട്, കളർഫുൾ ഉണ്ട്. അത് ബെൽറ്റ്സൊക്കെ സ്പൈക്സ് ആണ് ഇവർ മെയിൻ. ഇത് ഈ ബെൽറ്റിൽ സ്പൈക്സ് ഉണ്ട്. ബുള്ളറ്റാണ് ഇതിലുള്ളത്, സ്പൈക്സ് ആണ്. യെസ്, ജാക്കറ്റ്സ് ആയിക്കോട്ടെ എല്ലാം ലെതർ ജാക്കറ്റ്സ്. അതെയോ അല്ല കേട്ടോ, ലെതർ അല്ല, എല്ലാ ടൈപ്പ് ജാക്കറ്റ്സും ഉണ്ട്. ഇത് മറ്റേ ഈ എന്താ പറയുക, അണ്ടർടേക്കർ പണ്ട് WWE വരുമ്പോൾ ഇങ്ങനത്തെ ജാക്കറ്റ് ഇട്ട് വരാം. വാവ്, ഇതേ ഞാൻ എൻ്റെ കോലം കണ്ടിരിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. സൂപ്പർ. ഹലോ, ഹായ്. ഈ സൈഡും ഉണ്ട്, ഷൂസ് ഉണ്ട്, കളർഫുൾ ഷൂസ് കേട്ടോ. ഇതൊക്കെ ആണുങ്ങളെയാണ്. വാവ്, ഒരു ഗോഡൗണ്. ഫൈൻ, ഇവിടുന്ന് ഇറങ്ങാം. ആർക്ക് തിരിക്കാം? ഫോർ യു? നോ, ഇറ്റ്സ് ഓക്കെ പൈസ. നമ്മളൊരു ഷോപ്പിൻ്റെ പേരും നമസ്തേ കേട്ടോ. ഒരു ആനേൻ്റെ ഇത് കൊടുത്തു. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്, സൗത്ത് ഇന്ത്യ അല്ല, കംപ്ലീറ്റ്ലി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് കാര്യങ്ങൾ വരുന്നത്. അടിപൊളി. ഇത് എന്താ പറയുക, സമാധാനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടല്ലോ. പീസ്ഫുൾ, ഓം ശാന്തി അല്ലേ. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതേപോലെ അങ്ങേ തലവരെ ശരിക്കും മാർക്കറ്റ് ഉണ്ട് ഇപ്പം പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇനി നമുക്ക് സമയമില്ല, നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോകാണ്ട്. നമ്മൾ കണ്ടത് ഇവിടെ നമ്മൾ ഇന്ത്യൻ്റെ ആനയൊക്കെ കണ്ടത്. ഇനി അടുത്ത എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നുള്ള ഇന്ത്യൻ പാൻ. അതെ, ഇന്ത്യൻ പാൻ, അതുപോലെ നല്ല നാടൻ പാനിപ്പൂരി, വേൽപൂരി, അല്ലെങ്കിൽ 2 പൗണ്ടിന് ബിരിയാണി ഒക്കെ ഉണ്ട് ഇവിടെ സാധാരണക്കാരൊക്കെ കിട്ടുന്ന. അതുപോലെയുള്ള പാനിപ്പൂരി ഒക്കെയാണ് നമ്മൾ എന്താ പോകുന്നത്, എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അടുത്ത എപ്പിസോഡ് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നാൽ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം. ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവും കേട്ടോ. കൂടെ നിൽക്കി, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിനും കൂടെ നിൽക്കുന്നതിനും. നല്ല നല്ല കിഡിലൻ UK കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.